ഹലോ, നിങ്ങളുടെ വീടിൻ്റെ സമീപം ഒരു പോസ്റ്റ് ഓഫീസ് കാണുന്നുണ്ടോ? അവിടെ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരക്കാറുണ്ടോ? കത്തിടപാടുകൾ ആണ് മുഖ്യമായിട്ടും ഉള്ളത്. അത് നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയയിലുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നുമാണ് നിങ്ങൾക്ക് കത്തുകൾ ലഭിക്കുന്നത്. ആ പോസ്റ്റ് ഓഫീസിന് ഒരു പിൻകോഡ് ഉണ്ടാകും. ആ പിൻകോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പിൻകോഡിലേക്കാണ് ലെറ്ററുകൾ വരുന്നത്. അപ്പോൾ കത്തിടപാടുകൾ നടത്തുമ്പോൾ പിൻകോഡ് ഒരിക്കലും തെറ്റാൻ പാടില്ല. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കത്ത് ലഭിക്കുന്നതിന് ഡിലേ വരാറുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നും അടുത്ത പോസ്റ്റ് ഓഫീസിലേക്കാണ് ലെറ്ററുകൾ അയക്കുന്നത്. അപ്പോൾ പിൻകോഡ് കൃത്യമായിട്ട് എഴുതേണ്ടതാണ്. ആ പിൻകോഡുകൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തുകൾ കിട്ടുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ കത്തിടപാടുകൾ കൂടാതെ സേവിങ്സ് അക്കൗണ്ടുകൾ, പിന്നെ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ പിന്നെ SB RD, പിന്നെ MIS, സീനിയർ സിറ്റിസൺ തുടങ്ങിയ അക്കൗണ്ടുകളുണ്ട്. അതുകൂടാതെ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന അക്കൗണ്ടുണ്ട്. അത് 21 വയസ്സ് വരെ അടയ്ക്കണം. അങ്ങനെ ആ 21 വയസ്സിൽ കുട്ടിക്ക് കല്യാണമാകുമ്പോൾ കല്യാണത്തിന് വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ്. 18 വയസ്സിന് ശേഷം വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുക. അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് PPF അക്കൗണ്ട്. അതും ഇതുപോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഡെപ്പോസിറ്റുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി മഹിളാ പ്രധാൻ ഏജൻറ്റുമാർ പോസ്റ്റ് ഓഫീസുകളിലുണ്ട്. അവർ നിങ്ങൾക്ക് അക്കൗണ്ടുകൾക്കുള്ള പണം ശേഖരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വീടുകളിലെത്തി പണം ശേഖരിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് അടയ്ക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സേവനങ്ങളും പോസ്റ്റ് ഓഫീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അത് ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് RPLI, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, അല്ലാത്ത ഇടങ്ങളിൽ PLI, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് മാത്രമായിരുന്നു. ഇപ്പോൾ അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതിന് ചേരാവുന്നതാണ്. ഹൈ ബോണസാണ്. പിന്നെ നിങ്ങളാണ് നിങ്ങളുടെ കാലാവധി ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് പൈസ കിട്ടണം എന്ന് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ഹൈ ബോണസോട് കൂടിയുള്ള പണം ലഭിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളം സേവനങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി നടത്തുന്നതാണ്. പിന്നെ അതേപോലെ വിഷു കൈനീട്ടമുണ്ട്. പിന്നെ അങ്ങനെ പലതരത്തിലുള്ള മേഖലയിലും കൈവച്ച് പോസ്റ്റൽ മേഖല അല്ലെ തപാൽ വകുപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സേവനങ്ങൾ ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.